ഇവരെ എത്രമാത്രം ഇവര് നിരായുധര, ഇവരെ ആശയ ദാരിദ്ര്യത്തിന്റെ പാപ്പരത്വം അതിന്റെ ആഴം ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലല്ലേ ഒരു കടപ്പുറത്തെ വീഡിയോ എടുത്ത് കളിക്കുന്നുണ്ടല്ലോ. കണ്ടില്ലേ നിങ്ങള്? സുബ്ഹാന ജല്ല. ഇവര് നമുക്കൊരു പ്രശ്നമല്ലാന്ന്, ഇവർക്ക് നമ്മൾ മടൂറി അറിയില്ല, ഇവര് നമ്മള് മൈൻഡ് ചെയ്യൂലെന്ന്. നമ്മളെ മാത്രാണ് ഇവര് തെരഞ്ഞു നടക്കണത്. എന്നിട്ടോ തെരഞ്ഞു നടന്നിട്ട് സങ്കടത്തിന് അരിച്ചു കൊടുത്തപ്പോ മഹാസങ്കടം വിരിയൊന്ന കോലപ്പോ. എടാ ചെങ്ങായിമാരെ, ഏത് ലോകത്താ ജീവിക്കണത്? എത്രത്തോളം നിങ്ങളെ അജ്ഞതയുടെ ആഴം. ഒരാൾക്ക് അജ്ഞത ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അജ്ഞതയെ അലങ്കാരമായി കൊണ്ടു നടക്കാൻ പാടുണ്ടോ? ഞാനും എൻ്റെ കുടുംബവും പെരുന്നാളിന്, രണ്ടാം പെരുന്നാൾക്ക് ഞങ്ങളുടെ കുടുംബക്കാരും പല സ്ഥലത്തും പോയി ഞങ്ങൾ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാനുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ കുടുംബത്തോടൊപ്പമല്ലേ ഞാൻ പോണ്. ഞങ്ങള് ചാവക്കാട് ബീച്ചിൽ കടൽ കാണാൻ വേണ്ടി ഇറങ്ങി. സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ അവിടെ കുറച്ച് മൊയ്ലിയാക്കന്മാര്, അപ്പൊ അവിടെ ഏതോ ചെറുപ്പക്കാരായ ചെക്കന്മാരെ തരിപ്പി കയറ്റിയിട്ട് പറഞ്ഞു, മൂപ്പരൊരു വീഡിയോ എടുക്കുങ്ങള്. നമ്മളിതൊന്നും അറിയുന്നില്ല. ഈ ചെറുപ്പക്കാരൻ ചെക്കപ്പനക്കൊരു കഥ അറിയില്ല. ഓൻ വന്നിട്ട് മൊത്തം വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഫാമിലിയും വേറെ ഒരുപാട് പെണ്ണുങ്ങളും ഉണ്ട്. ആ പെണ്ണുങ്ങളെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ബന്ധപ്പെട്ടവർ ചെന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഞങ്ങളെ ഫാമിലിയുടെ വീഡിയോ എന്തിനെടുത്തെന്ന് ചോദിച്ചു. ഇവൻ കിടന്ന് പറക്കാൻ തുടങ്ങി. തരിപ്പി കയറ്റി വിട്ട ആൾക്കാര് അവരെ മുഖത്തേക്ക് ഇപ്പൊ അങ്ങനെ നോക്കുക. ആ കൊച്ചപ്പാടായ ആളുകളൊക്കെ കൂടി എവിടെയാ വീഡിയോ? ഇവനാകെ പേടിച്ച് ഖറാബായി. ആളുകൾ കൂടി. ആ നാട്ടിലെ മാന്യന്മാരായ ആളുകൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, എന്തെന്ന് അത് പ്രശ്നമാക്കണ്ട, നിങ്ങളതൊരു വിഷയാക്കല്ലേ, ഒരു നല്ല ദിവസമൊക്കെ അല്ലേ എന്ന്, വിഷയം പരിഹരിക്കുക, അത് നിങ്ങൾ പ്രശ്നമാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ മാന്യത കൊണ്ട് ഈ കാണുന്ന പെണ്ണുങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ ഇതിനങ്ങളെ സംഘടനകളെ പഠിപ്പിച്ച്. നോളേജ് സിറ്റിയിൽ തുണയിച്ചിട്ട് ചാടുന്ന പെൺകുട്ടികളെ ഫോട്ടോകൾ നേരിട്ട് കണ്ടിട്ടും മതിയാവാണ്ട് പിന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട കുടുംബക്കാരെ ഫോട്ടോ എടുത്തിട്ട് രസിക്കാൻ ഞങ്ങളെ പണി. എന്നിട്ട് ഞങ്ങളെ മാന്യത കൊണ്ട് ഞങ്ങൾ വെറുതെ വിട്ടു. എന്നിട്ട് അപ്പൊ അതിന് ഇവരുടെ ജാള്യത മറക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് എന്ത്? നിസ്കാരത്തിന്റെ കാര്യം. അതിന് ചെങ്ങാതി, ഞാൻ എവിടുന്നാ വരുന്നത്, എങ്ങോട്ടാ ഞാൻ യാത്ര പോകുന്നത് നിനക്ക് തിരിയോ? ഞാൻ എപ്പോ തുടങ്ങിയ യാത്രയാണ്, എത്ര കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാ ഞാൻ വരുന്നത്, ഇതൊന്നും എനിക്ക് അറിയൂല. അവറ്റകൾക്കൊരു കഥയില്ല. നിങ്ങൾ ആ വീഡിയോയില് കേട്ടില്ല, നിങ്ങള് തൊടുപുഴക്കാരൻ മുസ്ലിയാരാണിത്. അപ്പൊ എന്റെ നാട് ഏതാന്ന് പോലും പിടിക്കാൻ വന്ന ചെറുപ്പക്കാരനൊക്കെ അറിയൂല. അവറ്റകള് പാവങ്ങള്. അതേസമയം അതിന് തരിപ്പി കയറ്റിവിട്ട മൊയ്ലിയാക്കന്മാരുണ്ടല്ലോ. എന്നിട്ട് അതിനേക്കാളും രസം കേൾക്കണോ നിങ്ങള്? ആ വീഡിയോ കൊണ്ട് കിട്ടിപ്പോയി എന്നും പറഞ്ഞിട്ട് കടന്നു വരികയാണ് വാളക്കുളം. അവന്റെ വാളക്കുളെ ചിത്രമാത്രം വാളയായി മാറിയല്ലോ ചെങ്ങാതി. ഇത് കാളെ പെറ്റു എന്ന് പറയുമ്പോഴേക്ക് ഒരു ലോഡ് കയറുമായിട്ട് ഇറങ്ങല്ല വാളങ്ങി. എങ്ങനെയാണ് വാള അങ്ങനെ കാള വെറുവോ? ചിന്തിക്കണ്ടേ. അപ്പൊ അപ്പുറത്തുനിന്ന് കൊട്ടുക്കരക്കാരൻ ഓനും ലോഡ് കയറ്റാൻ പോയിക്കുക, കയറ് മേടിക്ക, ഓനും ഇറങ്ങിക്ക. എന്നിട്ട് അങ്ങോട്ട് പറയാണ്, സുബ്ഹാനല്ലാ, തൊഴിയൂര് നിസ്കരിച്ചില്ല. അപ്പൊ ഞാൻ എവിടുന്നാ വരുന്നത്? ജമ്മിന്റെയും കസറിന്റെയും ദൂരം. എന്നിട്ട് പറയാ, തൊഴിയൂരിന്ന് ചാവക്കാട് കടപ്പുറത്തേക്ക് 7 കിലോമീറ്റർ അല്ലേ ഉള്ളേ. അല്ല വിദ്വാന്മാരെ, ഞാൻ ഇപ്പൊ തൊഴിയൂരിലാ താമസിക്കണെന്ന് ആരെങ്ങളോട് പറഞ്ഞെന്ന്? നിങ്ങളങ്ങനെ കുറെ കുടുങ്ങാൻ പോണ്ട്. നിങ്ങളൊരു തൊഴിയൂര് എന്നുള്ള പേരും ഒരു ഒതുക്കുങ്ങല് എന്നുള്ള പേരൊക്കെ വെച്ചിട്ട് ഇനി ഒതുക്കുങ്ങൽ നിങ്ങൾ കുടുങ്ങാൻ പോണ്ട് ഇൻഷാ അല്ലാഹ്. പലതും നിങ്ങൾ കുടുങ്ങാൻ പോവല്ലേ. അപ്പൊ ഞങ്ങളിപ്പോ എവിടെ താമസിക്കണത്? എത്ര വർഷമായി ഞാൻ താമസം മാറ്റിയിട്ട്? ഞാൻ എവിടുന്നാ യാത്ര ചെയ്യണത്? എവിടേക്കാ തിരിച്ചു വരുന്നത്? ഒരു കഥയില്ല. അപ്പൊ ഈ ജമ്മിന്റെയും ഗസറിന്റെയും മസല ചെങ്ങായിച്ച എങ്ങനെ അഴ്സനിയായത്? എങ്ങനെ ഈ സക്കാഫിയായത്? മറ്റുള്ള സക്കാഫികളെ പറയിപ്പിക്കാന്, അഴ്സനിമാരെ പറയിപ്പിക്കാന് ജമ്മിന്റെയും ഗസറിന്റെയും മസല തിരിയൂല എനിക്ക്? ഇതാലോചിക്കണ്ടേ? അവസാനം പെട്ടു. എന്നാ തൃശ്ശൂർ ജില്ലയിലുള്ള നിങ്ങളെ സംഘടനയുടെ ആൾക്കാർക്ക് ആർക്കൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. എന്തെന്ന്? അല്ല ഇപ്പൊ ഈ തൊഴിയൂർ ഇപ്പൊ എവിടുന്നാവും വരുന്നത്? ഇപ്പോഴും ഞങ്ങളോട് നല്ല ബന്ധം പുലർത്തുന്ന അവിടുത്തെ ജില്ലയിലെ നേതാക്കന്മാരുണ്ട്. അവര് പലരും ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നാര ഉസ്താദെ എന്തൊക്കെയാ ചങ്ങായി വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങളിപ്പോ താമസം മാറ്റിയൊന്നും കഥ അറിഞ്ഞിട്ടില്ല എന്നുണ്ട്. അപ്പൊ പെട്ടപ്പോഴോ അപ്പൊ പറയണ്,
അങ്ങനെ 132 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്തിട്ടാണ് വരുന്നതെങ്കിലും എന്നാലും അങ്ങനെ സൂക്ഷിക്കണ്ടേ, അങ്ങനെ മുറുവത്ത് സൂക്ഷിക്കണ്ടേ? അത് ശരി. ഇങ്ങളാ മറ്റാളുടെ ലൈസുല്ലുലമ നെയ്മറുലുലമായിട്ട് ബോൾ കെട്ടുമ്പോ കന്തൂറൊക്കെ ഇട്ടിട്ടല്ല കെട്ടിയിരുന്നത്. അവിടെ നിങ്ങൾക്ക് ഈ മുറുവത്തൊന്നുമില്ലേ? നോളേജ് സിറ്റിയിൽ നിങ്ങളെ വലിയ മൂപ്പരും മുട്ടിപ്പടിയിലെ മുട്ടിത്തങ്ങൾ വേറെയും അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ചക്കരിയും ചോറും പോലെ ആണും പെണ്ണും കൂടി കൂടിയിരുന്നിട്ട് ഇങ്ങനെ കസറുമ്പോ അതിനൊന്നും നിങ്ങൾക്ക് മുറുവത്തില്ലേ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ചാവക്കാട് ബീച്ച് എന്താ നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയതാ? നിങ്ങളെ തറവാട് വക സ്വത്താ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അവിടൊക്കെ വരണമെങ്കിൽ നിങ്ങളെ സമ്മതം വേണമെന്നോ? ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളെ പണ്ടത്തങ്ങളെ ഗുണ്ടായിസ് ഉണ്ടല്ലോ, ആ ടൈഗർ സുന്നി, ആ ജമിയത്തുൽ ഇഹ്സാനിയ, ആ സിനിമാ തിയേറ്ററിന് തീയൊടുക്കലും അതുപോലെ തന്നെ കള്ളിഷാപ്പ് കത്തിക്കലും അമുസ്ലിമീങ്ങളെ വാഹനങ്ങൾ കട്ടുകൊണ്ടുവരലും പത്രത്തിലൊക്കെ വന്നത് ഓർമ്മല്ലേ? ആ പണിയായിട്ട് ഞങ്ങളെ നേർക്ക് കുതിര കയറാൻ വന്നാൽ ഇന്ത്യ രാജ്യമാണ്, നിയമപരമായി ഞങ്ങൾ നേരിടും. ഓർമ്മ വേണം. നിങ്ങളെന്താ സംഘടനാ ഫാസിസം കളിക്ക്, ഗുണ്ടായിസം കളിക്ക്? ഇതെന്താ നിങ്ങളെ തറവാട് സ്വത്താ? ഇത് പൊതു സ്ഥലല്ലേ എങ്ങായിമാരെ? അപ്പൊ നിങ്ങളെ കയ്യിൽ നിങ്ങൾ നിരായുധരാ, നിങ്ങള് ഒരു കുന്തവും നിങ്ങളെ കയ്യിലില്ല. അപ്പൊ ഇതിങ്ങനെ തേടി നടക്കുക. അതിനോ ഈ വീഡിയോ ഇട്ടോക്കുമ്പോ കമന്റ് ബോക്സിൽ ഇവരെ ആൾക്കാരാണ് ഇവർക്കെതിരാ. അതുകൊണ്ട് നിങ്ങൾക്ക് ജമ്മിന്റെയും ഗസറിന്റെയും ഒക്കെ മസാല പഠിപ്പിച്ചേരാ. എന്നിട്ട് പച്ച നുണ പറയാണ്. എന്താ തൊലിക്കെട്ടി? ഇതെന്താ സംഭവം എന്നറിയോ നിങ്ങൾക്ക്? അൻവരി ഉസ്താദും അഹ്സനി ഉസ്താദും ജുമാ നിസ്കരിക്കാണ്ട് മൗലൂദിന് പങ്കെടുത്തുന്നൊരു ആരോപണം നമ്മൾ കേട്ടിരുന്നല്ലോ. അങ്ങനെ റമദാന്റെ മുമ്പ് കീശേരിക്കാരൻ ഒരു ഷിയാ ഫൈസി, മുട്ടിപ്പടി തങ്ങളെ സ്ഥാപനത്തിലെ ഷിയാ പ്രചാരകൻ, ആ അഹ്ലബായിന്റെ ബൈത്തി അല്ലുന്നത് ഷിയാണെന്നും ഹുസൈനാരി തങ്ങള് ആത്മഹത്യാപരമായ സമീപനം സ്വീകരിച്ചവരാണെന്നൊക്കെ പറഞ്ഞാള് അയാള് പറഞ്ഞതാണ് അഹ്സനി ഉസ്താദും അൻവരി ഉസ്താദും ജുമാ ഒഴിവാക്കിയിട്ട് മൗലൂദിന് പങ്കെടുത്തത് അറിയാന്ന്. കീശേരി പോയിട്ട് നമ്മൾ ചോദിച്ചു, ആണായി പിറന്നവനാണെങ്കിൽ നിങ്ങളാ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം, ജനനത്തിൽ തകരാറില്ലെങ്കിൽ. അത് പറയുമ്പോ കുറച്ചൊക്കെ തെളിവുണ്ട് കൊണ്ടുവരൂലേ? അതിനെന്നെ നമ്മൾ അങ്ങനെ ചോദിച്ചത്. വയസ്സ് ഇത്ര ആയില്ലേ കാരണരെ, ഇനി നിരക്കാൻ ബാക്കി എവിടെയെങ്കിലും ഉണ്ടോ? അടവ് തെറ്റ് സേട്ട് പിടിച്ചോണ്ടാനായിട്ടില്ലേ നിങ്ങളെ? എന്നിട്ട് ഈ കളവ് പറയല് നിർത്തിയിട്ടില്ലേ എന്നൊക്കെ നമ്മൾ ചോദിച്ചു. അനക്കല്ല. കാരണം എന്താ? കയ്യിൽ തെളിവില്ല. അപ്പൊ തൂറ്റിപ്പോയി. അപ്പോഴതാ ന്യായീകരണത്തിന് വേണ്ടി വരുന്നു കൊട്ടുക്കരക്കാരൻ അനിയൻകുട്ടി മജീദ്. ഓൻ കടന്നു വന്നിട്ട് പറഞ്ഞു, അവിടെ വെള്ളിയാഴ്ച ജുമാ ഒഴിവാക്കിയിട്ട് അൻവരി ഉസ്താദ് പങ്കെടുത്തു, എന്നിട്ട് നാട്ടുകാർ തടഞ്ഞു വെച്ചു, തലപ്പാവൂരി, എന്നിട്ട് ആളുകളെ മുമ്പിൽ മാപ്പ് പറഞ്ഞു, സാക്ഷികൾ ഹാജരാക്കാൻ റെഡി. അപ്പൊ മറ്റാള് ആര്? നമ്മളെ വാളക്കുളത്തുകാരൻ വളിഞ്ഞ മൗലവി കടന്നു വന്നിട്ട് ഞാനും റെഡി. മുപ്പരും വന്നു. നമ്മൾ രണ്ടു കൂട്ടരെയും വിളിച്ചു. കീശേരിയിൽ വീണ്ടും നമ്മൾ ചെന്നു. പറഞ്ഞ സാക്ഷികളെ ഹാജരാക്കൂ. അൻവരി ഉസ്താദ് നേരിട്ടണ്ട് വിളിച്ചു. അല്ല, ഈ ഇങ്ങനെ കുറച്ച് ദിവസമായാലും എന്നെ പറ്റി ഇങ്ങനെ പറയണ്, ആ സാക്ഷികളായിട്ടുണ്ട്, വായട്ടെ, ഞാൻ കീശേരിയിൽ ഉണ്ടാകാ. കീശേരിയിൽ പരസ്യമായിട്ട് നമ്മൾ പരിപാടി വെച്ചു. ഓഡിറ്റോറിയത്തിൽ ഞങ്ങളുണ്ട്, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞങ്ങളുണ്ട്, വരാൻ പറഞ്ഞു. അപ്പൊ മജീദിന്റെ മറുപടി എന്താണെന്നറിയോ? അത് നിങ്ങൾ പറഞ്ഞില്ലേ കള്ളസാക്ഷിയെന്ന്. നടത്താത്ത കാര്യത്തിന് സാക്ഷി പറയണം, നടക്കാത്ത കാര്യത്തിന് സാക്ഷി പറയണം, കള്ളസാക്ഷി എന്നല്ലേ? അൻവരി ഉസ്താദ് പറഞ്ഞു എന്തെന്ന്? അങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിട്ട് നടക്കാത്തൊരു സംഭവം നടന്നു കള്ളസാക്ഷ്യം പറയാൻ പറ്റുന്ന കള്ളസാക്ഷ്യം ഇക്കൊന്ന് കാണണം എന്ന് അൻവരി ഉസ്താദ് പറഞ്ഞപ്പോ അവർക്ക് വരാൻ ധൈര്യമല്ല. അപ്പൊ പറഞ്ഞു കള്ളസാക്ഷി എന്ന് കോള് പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഞങ്ങൾ ആളെ കൊടുത്തിട്ട് കാര്യമല്ലല്ലോ. ഇതേ രൂപത്തിലുള്ളൊരു പച്ചവോള ഈ വീഡിയോ കിട്ടിയപ്പോ വാളക്കുളത്തുകാരൻ എന്താ തൊഴിയൂര് അസറിന് വന്ന്, കേട്ടോളെ, അസറിന് വന്ന് മഗ്രിബും കഴിഞ്ഞ് ഇശാവും കഴിഞ്ഞ് എന്നിട്ട് അവിടെ നടക്കുകയായിരുന്നു. വെല്ലുവിളിക്കുന്നു ഞാൻ. നേരത്തെ കീശേരിയിൽ അൻവരി ഉസ്താദിനെതിരെയും അഹ്സനി ഉസ്താദിനെതിരെയും പറഞ്ഞതിന്റെ ബാക്കിയായി ഷിയാ ഫൈസിയെ വിളിച്ചതുപോലെ അതിൽ പ്രതികളായ ഈ വാളക്കുളത്തുകാരനെയും കൊട്ടുക്കരക്കാരനെയും ഞാൻ ചോദിക്കുന്നു, നിങ്ങളാണായി പിറന്നവരാണെങ്കിൽ
നിങ്ങളുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരുത്തൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഉമ്മാടെ മുലപ്പാല് കുടിച്ചു വളർന്നവരാണെങ്കിൽ, അസറിന് ഞാൻ വന്നു, മഗ്രിബും കഴിഞ്ഞു, ഇശാഇന് ശേഷവും ഞാൻ ഇശാഇ കഴിയുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് തെളിയിക്കാൻ ആടായി പിറന്നവരുണ്ടോ? കൊണ്ടുവരികടാ തെളിവ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ആ തലയെ കെട്ടയച്ചിട്ട് തലപ്പ് കെട്ടിയിട്ട് തെങ്ങുമ്പോ കയറിക്കോളെ, അതങ്ങൾക്ക് നല്ലത് കേട്ടോ. നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത്? ഈ ആദി കോഞ്ഞായിത്തരം പറയും, ഉളുപ്പിലടാ നിങ്ങൾക്ക്. മശായിഖന്മാർക്കെതിരെ കുതിര കയറിയിട്ട് സുഹബ എന്ന് പറയുന്ന മഹത്തായ ആ പരിശുദ്ധിയെ ഈ കുട്ടികള് ചട്ടിയിൽ മണ്ണ് വാരി കളിക്കുന്നത് പോലെ, ചിരട്ടയിൽ മണ്ണ് വാരി കളിക്കുന്നത് പോലെ എല്ലാ കളികളും കളിച്ചിട്ട് നിങ്ങൾക്കെതിരെ നിങ്ങളെ നേതാക്കന്മാരുടെ ഇരട്ടത്താപ്പുകള് ജനങ്ങളോട് ഒന്ന് പറയാ, പുറത്ത് വേറൊന്ന്. പാതിരാവിന്റെ പഴുതില് പോകരുത് എന്ന് അണികളോട് പറഞ്ഞ മശായിഖന്മാരെ ഹദറത്തിൽ വന്നിട്ട് തലപ്പാവ് ഒഴിച്ചു വെച്ചിട്ട് 8 മണിക്കൂർ ഇരിക്കുക, സുഖല്ലാതാവുമ്പോ വന്നിട്ട് കരയുക, ഫോണിൽ ഞങ്ങളെ ഉസ്താദുമാർക്ക് വിളിച്ചിട്ട് ഞങ്ങളെ മശായിഖന്മാരെ കിട്ടുമെന്ന് ചോദിക്കുക, വിദേശത്തേക്ക് പോകുന്ന സമയത്ത് പൊയ്ക്കോട്ടെ എന്ന് സമ്മതം ചോദിക്കുക. ഇതൊക്കെ നടത്തിയിട്ട് അണികളോട് പറയ വിട്ടു നിൽക്കണോന്ന്. ഇതിന്റെ പേരാണോ ഇരട്ടത്താപ്പ്? അപ്പൊ ഇങ്ങളെ നേതാക്കന്മാര് കാട്ടുന്ന ഈ തോന്നിവാസം മറച്ചു വെക്കാൻ ഇമ്മാതിരി ഉഡായിപ്പുമായി നിങ്ങൾ വന്നാൽ നിങ്ങൾ വീണ്ടും വീണ്ടും പരിഹാസ്യരാകും.